ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം കൊടിയേറി. മാർച്ച് 4 വരെയാണ് പൂരമഹോത്സവം നടക്കുന്നത്. ചിരപുരാതനവും 108 ദുർഗാലയങ്ങളിൽ അറിയപ്പെടുന്ന വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഫെബ്രുവരി 25-ന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചന്ദ്രമന കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. നല്ല ഭക്തജന തിരക്കാണ് കൊടിയേറ്റിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. തിരുവുത്സവത്തിന് ദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രധാനമായ പ്രോഗ്രാം വാർത്തകളൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാം വായിച്ചു കാണും. അതോടൊപ്പം തന്നെ ഉത്സവബലിയുടെ അന്ന് 2 മണിക്ക് മകം തൊഴിൽ എന്ന ഒരു വിശേഷമായ ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. ആ ചടങ്ങിൽ എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കണം. കൂടാതെ മറ്റുള്ള വിശേഷങ്ങളിലും രാവിലെ നിത്യവും ആറാട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. നാളെ മുതൽ വലിയ ആറാട്ട് വരെ അതിലൊക്കെ പങ്കെടുക്കുന്നത് ഭാഗ്യമാണ്. അതിലെല്ലാം പങ്കെടുക്കുക. ഉത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് വിജയപ്രദമായി ഇത് കൊണ്ടു നടക്കട്ടെ. അമ്മേ നാരായണ. വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരമഹോത്സവത്തിന് വളരെ ഭംഗിയായി തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ പൂരദിനങ്ങളിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിനമാണ് വരുന്ന മാർച്ച് 2-ാം തീയതി ചൊവ്വാഴ്ച. അതായത് അന്നാണ് മകം തൊഴൽ ദർശനം. മകം തൊഴൽ ദർശനം ചോറ്റാനിക്കര ക്ഷേത്രത്തിലേതുപോലെ തന്നെ അത്രയും വിശേഷപ്പെട്ട ഒരു പുണ്യദിനമായിട്ടാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ കണക്കാക്കുന്നത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തൊഴാൻ കഴിയാത്ത ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവതിയുടെ അനുഗ്രഹം തേടാവുന്നതാണ്. ഏറ്റവും വിശിഷ്ടമായ ഈ മകം തൊഴൽ ദർശനം എല്ലാവരും അതിൻ്റേതായ പവിത്രതയിൽ കണ്ടുകൊണ്ട് ക്ഷേത്രത്തിലെത്തി അമ്മയുടെ അനുഗ്രഹം നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് ഭരതനാട്യം, പത്മനാഭ സ്വരലയം, കൊടിയേറ്റ് സദ്യ എന്നിവ നടന്നു. മാർച്ച് 4 ബുധനാഴ്ച ആറട്ടോടു കൂടിയാണ് പൂരമഹോത്സവം സമാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.